വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഏവർക്കും വിജയാശംസകൾ. സംസ്ഥാനത്തുള്ള ട്രഷറികളുടെ ഭരണം ആരുടെ നിയന്ത്രണത്തിലാണ്? ഉത്തരം ട്രഷറി ഡയറക്ടറുടെ. ഒരു ട്രഷറി ഓഫീസറുടെ പൊതുവായുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളെയും പറ്റിയും കേരള ട്രഷറി കോഡിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം റൂൾ 44, 45, 46, 47, 48, 49, 50 എന്നീ റൂളുകളിലാണ്. സബ് ട്രഷറിയുടെ ഭരണ നിയന്ത്രണം നടത്തുന്നത് ആരാണ്? ഉത്തരം സബ് ട്രഷറി ഓഫീസർ. ട്രഷറി ക്രമക്കേടുകളെപ്പറ്റിയും അക്കൗണ്ടന്റ് ജനറൽ ചൂണ്ടിക്കാട്ടുന്ന അപാകതകളെപ്പറ്റിയും ട്രഷറി കോഡിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 2 അനുബന്ധം 26. ട്രഷറി ഡയറക്ടർ മുൻകൂർ അറിയിപ്പില്ലാതെ ജില്ലാ ട്രഷറികളുടെ ക്യാഷ് ബാലൻസുകൾ എപ്പോഴൊക്കെയാണ് പരിശോധന നടത്താറുള്ളത്? ഉത്തരം 3 മാസത്തിൽ ഒരിക്കൽ. ജില്ലാ ട്രഷറിയിൽ പുതിയ ട്രഷറി ഓഫീസർ ചുമതല ഏറ്റെടുക്കുമ്പോൾ ചുമതലാ ലിസ്റ്റ്, നീക്കിയിരിപ്പ് എന്നിവയുടെ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി എങ്ങനെയാണ് അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കുന്നത്? ഉത്തരം ഫോം TR1 തയ്യാറാക്കിയ റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം. ജില്ലാ ട്രഷറിയുടെ ബാക്കി നിൽപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഉത്തരം ട്രഷറി ബാലൻസ്, കറൻസി ചെസ്റ്റ് ബാലൻസ്, നാണയങ്ങളുടെ ബാക്കി നിൽപ്പ്, കൂടാതെ ട്രഷറി ഓഫീസറുടെ കൈവശമുള്ള മുൻകൂർ തുകയും. ജില്ലാ ട്രഷറിയിലെ സെക്ഷൻ ഹെഡിന്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ട്രഷറിയിലെയും സബ് ട്രഷറികളിലെയും ക്യാഷ്, ദൈനംദിന ബുക്ക് ട്രാൻസാക്ഷൻ എന്നിവകളുടെ കണക്കുകൾ തയ്യാറാക്കി സൂക്ഷിക്കുക. ജില്ലാ ട്രഷറി ഓഫീസർ തന്റെ നിയന്ത്രണത്തിലുള്ള നോൺ ബാങ്കിംഗ് ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് താൻ നേരിട്ടോ അഥവാ അസിസ്റ്റന്റ് ട്രഷറി ഓഫീസറെ ചുമതലപ്പെടുത്തിയോ പരിശോധന എപ്പോഴൊക്കെയാണ് നടത്തേണ്ടത്? ഉത്തരം മാസത്തിലൊരിക്കൽ. സബ് ട്രഷറി ഓഫീസർ പുതിയതായി ചുമതല ഏറ്റെടുക്കുമ്പോഴോ ചുമതല വിടുമ്പോഴോ തയ്യാറാക്കുന്ന ചുമതല റിപ്പോർട്ട് ആരുടെ മുൻപാകെയാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസർക്ക്. ജില്ലാ ട്രഷറി ഓഫീസർ തന്റെ നിയന്ത്രണത്തിലുള്ള സബ് ട്രഷറികൾ മുൻകൂർ നോട്ടീസില്ലാതെ വർഷത്തിലൊരിക്കലെങ്കിലും പരിശോധന നടത്തേണ്ടതാണ്. ജില്ലാ ട്രഷറിയിലെ ക്യാഷ് ബുക്കിന്റെ ചുമതലയുള്ള ട്രഷററുടെ ഉത്തരവാദിത്തം. ഉത്തരം ട്രഷറിയിലെ ഒരു ദിവസത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ദിവസേന ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുക. സബ് ട്രഷറികളിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ കാലാകാലങ്ങളിലുള്ള പരിശോധന ട്രഷറി ഡയറക്ടർ നടത്തുന്നത് എപ്രകാരമാണ്? ഉത്തരം വർഷത്തിലൊരിക്കൽ.
അക്കൗണ്ടന്റ് ജനറൽ സബ് ട്രഷറികളിൽ പരിശോധന നടത്തുന്നതിനെപ്പറ്റി കേരള ട്രഷറി കോഡിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 65. ജില്ലാ ട്രഷറിയിലെ അക്കൗണ്ട് ബാലൻസും യഥാർത്ഥ ബുക്ക് ബാലൻസും പൊരുത്തപ്പെടുമോ? ഉത്തരം ജില്ലാ ട്രഷറിയിലെ അക്കൗണ്ട് ബാലൻസും യഥാർത്ഥ ബുക്ക് ബാലൻസും പൊരുത്തപ്പെടുകയില്ല. TR3 ഫോം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ബാങ്കിംഗ് ട്രഷറിയിലെ ട്രഷററുടെ ഡെയിലി ബാലൻസ് ഷീറ്റ് ഉപയോഗത്തിനാണ് TR3 ഫോം ഉപയോഗിക്കുന്നത്. ട്രഷറിയിലെ ക്ലോസിംഗ് ബാലൻസിൽ അധിക തുക കാണുകയും വ്യക്തിഗത പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അധിക തുക വരവ് വയ്ക്കുന്ന അക്കൗണ്ട് ഹെഡ് ഏത്? ഉത്തരം 8550 സിവിൽ അഡ്വാൻസസ്, അതർ അഡ്വാൻസസ്, അതർ ഐറ്റംസ്. ജില്ലാ ട്രഷറിയിലെ പ്രതിമാസ കണക്കുകൾ ക്ലോസ് ചെയ്യുന്ന നടപടിക്രമം എങ്ങനെയാണ്? ഉത്തരം അടുത്ത മാസം പരമാവധി നേരത്തെ എന്നാൽ 6-ാം തീയതിക്ക് മുമ്പായി ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ബാങ്കിംഗ് സബ് ട്രഷറിയുടെ പ്രതിമാസ കണക്കുകൾ എപ്പോൾ ക്ലോസ് ചെയ്യണം? ഉത്തരം അടുത്ത മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസിയിൽ പോളിസി കവർ ചെയ്യുന്ന വ്യക്തിയുടെ പേര് വ്യക്തമാക്കിയിരിക്കണമോ? ഉത്തരം വ്യക്തിയുടെ പേര് വ്യക്തമാക്കണമെന്നില്ല. ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഡിപ്പോസിറ്റ് രജിസ്റ്റർ ട്രഷറി ഓഫീസർ എപ്പോഴൊക്കെയാണ് പരിശോധന നടത്തേണ്ടത്? ഉത്തരം മാസത്തിലൊരിക്കൽ പരിശോധന നടത്തണം. ട്രഷറി ഡയറക്ടർ ജില്ലാ ട്രഷറികൾ വർഷത്തിലൊരിക്കലെങ്കിലും പരിശോധന നടത്തേണ്ടതാണ്. ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ജില്ലാ ട്രഷറികൾ പരിശോധിക്കുന്നത് എപ്പോൾ? ഉത്തരം ഇടയ്ക്കിടെ പരിശോധന നടത്തണം. കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 51 പ്രകാരം ട്രഷറിയിലെ പണമിടപാടുകളുടെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ചീഫ് ട്രഷറർക്ക്. ട്രഷറികളിൽ പണാപഹരണം, പണമോ വിലപിടിച്ചവയോ നഷ്ടപ്പെടൽ എന്നിവ പരിശോധനയിൽ കണ്ടെത്തിയാൽ ട്രഷറി ഡയറക്ടർക്കും അക്കൗണ്ടന്റ് ജനറലിനും റിപ്പോർട്ട് ചെയ്യണമെന്ന് അനുശാസിക്കുന്ന റൂൾ. ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 45 പ്രകാരം. ഗവൺമെന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനുള്ള ചെലാൻ ഫോം ഏത്? ഉത്തരം TR12 ഫോം. ഒരു ഗസറ്റഡ് ഓഫീസർക്ക് ഏതൊരു തുകയും പിൻവലിക്കുന്നതിന് ആരുടെ അനുവാദമാണ് ആവശ്യം? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്റെ. ട്രഷറികളുടെ ക്രമപ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരം ട്രഷറി ഡയറക്ടർക്ക്.
ഒരു ട്രഷറിയിൽ പണാപഹരണമോ മറ്റു ക്രമക്കേടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം: വിവരം അക്കൗണ്ടന്റ് ജനറലിനും ട്രഷറി ഡയറക്ടർക്കും സർക്കാരിലേക്കും റിപ്പോർട്ട് ചെയ്യണം. ട്രഷറി ഓഫീസർ അവധിയിലെങ്കിൽ ട്രഷറിയുടെ താക്കോൽ ആരെ ഏൽപ്പിക്കണം? ഉത്തരം: സീനിയർ അക്കൗണ്ടന്റിനെ. ട്രഷറി പ്രവർത്തനങ്ങളുടെ ദിവസേനയുള്ള ക്ലോസിംഗ് നടപടികൾ വ്യക്തമാക്കുന്ന റൂൾ ഏത്? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 75. ഓരോ ജില്ലാ ട്രഷറിയിലെയും വിലപിടിപ്പുള്ളവയുടെയും കറൻസിയുടെയും നാണയങ്ങളുടെയും പരിശോധന അക്കൗണ്ടന്റ് ജനറൽ നടത്തിയതിനു ശേഷം ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ പ്രഥമ ഭാഗം ആർക്കൊക്കെ നൽകണം? ഉത്തരം: റൂൾ 39B(2) പ്രകാരം ട്രഷറി ഡയറക്ടർക്കും കറൻസി ഓഫീസർക്കും അയക്കണം. അക്കൗണ്ടന്റ് ജനറൽ ട്രഷറി പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടിന് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരിക്കും? ഉത്തരം: 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ബാങ്കിംഗ് ട്രഷറിയുടെ പ്രതിമാസ കണക്കുകൾ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? ഉത്തരം: ഓരോ കലണ്ടർ മാസത്തിലെയും അവസാന പ്രവൃത്തി ദിവസത്തിനു ശേഷമുള്ള അടുത്ത പ്രവൃത്തി ദിവസം. ഒരു ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന കണക്കുകൾ ട്രഷറി കണക്കുകളുമായി പൊരുത്തപ്പെടുന്നത് എപ്പോൾ? ഉത്തരം: മാസത്തിൽ ഒരിക്കൽ. പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഒപ്പിട്ട ട്രഷറി ബാലൻസ് റിപ്പോർട്ട് എല്ലാ മാസത്തിന്റെയും ആദ്യ ദിവസം ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം: സർക്കാരിൽ ധനകാര്യ വകുപ്പിനും അക്കൗണ്ടന്റ് ജനറലിനുമാണ് സമർപ്പിക്കേണ്ടത്. ട്രഷറികൾ എപ്രകാരമാണ് സ്ഥാപിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും? ഉത്തരം: താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ സാധാരണയായി ഒരു ട്രഷറി ഉണ്ടായിരിക്കും. താലൂക്ക് ആസ്ഥാനത്ത് ജില്ലാ ട്രഷറി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സബ് ട്രഷറി ഉണ്ടായിരിക്കുകയില്ല. സബ് ട്രഷറി ഓഫീസർമാർ ട്രഷറിയിൽ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട തീയതി? ഉത്തരം: മാസത്തിന്റെ അവസാന ദിവസം. ജില്ലാ ട്രഷറി ഓഫീസറുടെ പരിശോധനയിൽ സബ് ട്രഷറികളിൽ ക്രമക്കേടോ പണാപഹരണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കാണ് അടിയന്തര റിപ്പോർട്ട് അയക്കേണ്ടത്? ഉത്തരം: ഗവൺമെന്റിന്, അക്കൗണ്ടന്റ് ജനറലിന്, ട്രഷറി ഡയറക്ടർക്ക്. ട്രഷറി ഓഫീസറുടെ ചുമതല താൽക്കാലികമായി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരം ട്രഷറി ഓഫീസർക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: ട്രഷറിയിലെ ഡബിൾ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള നീക്കിയിരിപ്പുകളിൽ താൻ അധിക ചുമതല വഹിച്ചിരുന്നപ്പോൾ തുറന്നിട്ടുള്ളതിന്റെ കൃത്യത ഉറപ്പുവരുത്തണം. ജില്ലാ ട്രഷറി ഓഫീസർ തന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിംഗ് ട്രഷറികളിൽ മുന്നറിയിപ്പില്ലാതെ ക്യാഷ് ബാലൻസ് പരിശോധിക്കുന്നത് എപ്പോൾ? ഉത്തരം: 3 മാസത്തിൽ ഒരിക്കൽ. ട്രഷറി എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം: ബാങ്കിംഗ് ട്രഷറി, നോൺ ബാങ്കിംഗ് ട്രഷറി. ട്രഷറി ഡയറക്ടർ സബ് ട്രഷറികൾ പരിശോധിക്കുന്നതിന് 2 വർഷത്തിലൊരിക്കൽ ജില്ലാ ട്രഷറി ഓഫീസറുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കാറുണ്ട്.
സബ് ട്രഷറി ഓഫീസർ റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസർക്കാണ് സമർപ്പിക്കുന്നത്. ചില നോൺ ബാങ്കിംഗ് ട്രഷറികളിൽ കറൻസി ചെസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഉത്തരം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. TR4 എന്നത് എന്തിനു വേണ്ടിയുള്ള നിർദ്ദിഷ്ട ഫോറം ആണ്? ഉത്തരം നോൺ ബാങ്കിംഗ് ട്രഷറികളിലെ ട്രഷററുടെ ദൈനംദിന ബാലൻസ് ഷീറ്റാണ് TR4 ഫോം. സംസ്ഥാനത്തുള്ള ജില്ലാ ട്രഷറികളുടെയും സബ് ട്രഷറികളുടെയും ലിസ്റ്റ് എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 2 അനുബന്ധം 2. ട്രഷറികളിലെ ദൈനംദിന ബാലൻസ് ഷീറ്റ് എഴുതി സൂക്ഷിക്കുന്ന സമ്പ്രദായം എങ്ങനെയാണ്? ഉത്തരം ദൈനംദിന കണക്കുകൾ പൂർത്തിയാക്കി ട്രഷററുടെ ബാലൻസ് ഷീറ്റ് അന്ന് വൈകുന്നേരം തന്നെ ട്രഷറി ഓഫീസർ ഒപ്പിടണം. ട്രഷറികളിൽ ക്യാഷ് ക്ലോസ് ചെയ്യുമ്പോൾ നീക്കിയിരിപ്പിൽ കുറവ് കാണുന്ന തുക അപ്പോൾ തന്നെ വരവ് വയ്ക്കുന്നതിന് കഴിയാതെ വന്നാൽ കുറവുള്ള തുക അന്ന് തന്നെ ഏത് കണക്കിലാണ് ചാർജ് ചെയ്യുന്നത്? ഉത്തരം 8550 സിവിൽ അഡ്വാൻസസ്, അതർ ഐറ്റംസ് എന്ന കണക്കിലാണ് ചാർജ് ചെയ്യുന്നത്. ബാങ്കിംഗ് ട്രഷറി അക്കൗണ്ടുകളുടെ ദിവസേനയുള്ള ക്ലോസിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, നടപടിക്രമങ്ങൾ എവിടെയാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 75H. നോൺ ബാങ്കിംഗ് ട്രഷറികളിലെ പ്രതിമാസ അക്കൗണ്ട് ക്ലോസിംഗ് സമ്പ്രദായം എങ്ങനെയാണ്? ഉത്തരം ഒരു കലണ്ടർ മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കണം. ട്രഷറി ഡയറക്ടർ ജില്ലാ ട്രഷറികളിൽ 3 മാസത്തിലൊരിക്കൽ മിന്നൽ പരിശോധന നടത്തണം. സബ് ട്രഷറിയിൽ നടന്ന പണാപഹരണം പിന്നീട് തുക അടച്ചു തീർത്തുവെങ്കിലും ജില്ലാ ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം ട്രഷറി ഡയറക്ടർക്കും അക്കൗണ്ടന്റ് ജനറലിനും. ട്രഷറിയിൽ കാണുന്ന ക്രമക്കേടുകൾ അക്കൗണ്ടന്റ് ജനറൽ ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം? ഉത്തരം ട്രഷറി ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആശുപത്രികളിലെ പേവാർഡുകളിലെ ഡെയിലി കളക്ഷൻ സർക്കാരിലേക്ക് അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികളുടെ തുക റീഫണ്ട് ചെയ്തു കൊടുക്കുന്നതിന് വിനിയോഗിക്കാമോ? ഉത്തരം പൊതു റൂളിൽ നിന്നും ഇതിനെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് രോഗികളുടെ തുക റീഫണ്ട് ചെയ്തു കൊടുക്കുന്നതിന് വിനിയോഗിക്കാം. ട്രഷറി ജോയിന്റ് ഡയറക്ടർ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ തങ്ങളുടെ അധികാര പരിധിയിലുള്ള സബ് ട്രഷറികൾ എപ്പോഴൊക്കെയാണ് പരിശോധന നടത്തേണ്ടത്? ഉത്തരം 2 വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തണം. ഒരു സർക്കാർ ജീവനക്കാരനിൽ നിന്നും അറ്റാച്ച്മെന്റ് നടത്താവുന്ന പരമാവധി തുക സംബന്ധിച്ച് എവിടെ പരാമർശിച്ചിരിക്കുന്നു? ഉത്തരം കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ആർട്ടിക്കിൾ 102.
ഗുരുതരമായ ട്രഷറി കുറ്റകൃത്യങ്ങളിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ട്രഷറികളിലെ ക്യാഷ് ബാലൻസ്, സ്റ്റാമ്പുകൾ, മറ്റു നീക്കിയിരിപ്പുകൾ എന്നിവയുടെ ജോയിന്റ് കസ്റ്റഡി ആരുടെയൊക്കെ ചുമതലയാണ്? ഉത്തരം ട്രഷറി ഓഫീസർ ആൻഡ് ട്രഷററുടെ. പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ വിശദാംശങ്ങൾ സൂക്ഷിക്കുന്നത് ആര്? ഉത്തരം അഡ്മിനിസ്ട്രേറ്റർ. ട്രഷറിയിൽ ഒരു ദിവസത്തെ ക്യാഷ് ക്ലോസ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലും അധികരിച്ച് ക്യാഷ് ബാലൻസ് കണ്ടാൽ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം റവന്യൂ ഡിപ്പോസിറ്റിൽ വരവ് വയ്ക്കണം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.